ഇന്ന് ഞാനുള്ളത് ഡെറാഡൂണിലെ പാൽട്ടൺ ബസാറിലാണ്. ഇന്നിവിടെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കച്ചവടക്കാരും കുറച്ച് ഓഫേഴ്സിൽ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്ന് കേട്ടു കേട്ടോ. അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നത്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിൻ്റർ കളക്ഷൻസ് ആണ് ഇവിടുത്തെ ഇപ്പോഴത്തെ മെയിൻ പ്രത്യേകത. വിൻ്റർ ഏകദേശം ടാറ്റ പറഞ്ഞ് പോകാനായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഐറ്റംസ് ഒന്നും നോക്കിയില്ല കേട്ടോ. അധികം ഉള്ളത് ഇവിടുത്തെ ജാക്കറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. നോർമൽ വെയർസ് ഒക്കെ വളരെ കുറവായിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടികളുടെ ഒക്കെ വിൻ്റർ ഡ്രസ്സ് ഇവിടെ അടിപൊളിയായിട്ട് അവൈലബിൾ ആയിരുന്നു കേട്ടോ. നമ്മുടെ ശ്രീനഗറിൽ വിൻ്റർ ഡ്രസ്സിനൊക്കെ ഒരുപാട് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ടാട്ടോ അവർ മേടിക്കുക. പക്ഷേ ഇവിടെ എല്ലാത്തിനും നല്ല ലോ പ്രൈസും പിന്നെ ഭയങ്കരമായിട്ട് വെറൈറ്റി കളക്ഷൻസും ഉണ്ടായിരുന്നു. വിൻ്റർ തീരാനായതുകൊണ്ടാവും അവർ ഒരുപാട് നല്ല നല്ല ഓഫേഴ്സിൽ ജാക്കറ്റും വിൻ്റർ വെയർസും എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സാരിയുടെയൊക്കെ വില കേട്ടിട്ട് എൻ്റെ തല കറങ്ങിപ്പോയി. സാധാ സിമ്പിൾ ക്ലോത്തിലുള്ള സാരി വരെ 5500, 6500, 7500 റേറ്റിലായിരുന്നു അവിടെ വിറ്റഴിച്ചത്. നോർമൽ വെയർ ആയിട്ടുള്ള ചുരിദാർ പീസസിനും അതേപോലത്തെ റേറ്റൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മുടെ നാട്ടിലെ 2000 രൂപയുടെ സാരിയാണല്ലോ ഇവർ 5000-നും 10,000-നും വിൽക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊന്ന് പെടഞ്ഞു കേട്ടോ. കുഞ്ഞുങ്ങളുടെ വിൻ്റർ വെയർസൊക്കെ തൊട്ട് നോക്കാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ നോർത്ത് ഇന്ത്യയിലെ സ്പെഷ്യലായിട്ടുള്ള സറാറ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും സൺഡേ ആയതുകൊണ്ട് റേറ്റ് കുറവായിരുന്നു. 300 രൂപ 500 രൂപയ്ക്കൊക്കെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാത്തിനും ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചാണ് കേട്ടോ. ഞാനതെല്ലാം ഒന്ന് വെച്ച് നോക്കി. സാരിയുടെയൊക്കെ വില ഒന്നുകൂടി അറിയാൻ വേണ്ടി ഞാനൊരു ഷോപ്പിൽ കയറി കേട്ടോ. ഒന്നാമത് ഒരുപാട് സാരി ഇങ്ങനെ അവർ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിൻ്റെയും ക്ലോത്ത് അത്രയും നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ എല്ലാത്തിൻ്റെയും വില നല്ലതായിട്ടുണ്ടായിരുന്നു. നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ആണെന്ന് പറഞ്ഞപ്പം അവർ വലിങ്ങനെ അങ്ങനെ ഒന്നും മേടിക്കാൻ പറഞ്ഞില്ല കേട്ടോ. നമുക്കറിയാലോ അവരെക്കാളും സാരിയുടെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ. വിൻ്റർ കുർത്തീസ് ഒരുപാട് റേറ്റ് കുറവിന് ഇവിടെ കിട്ടും കേട്ടോ. നമ്മളവിടെ 1000-ൽ കുറഞ്ഞിട്ടുള്ള ഒരു റേറ്റിലെ വിൻ്റർ കുർത്തീസും ലഭ്യമല്ലായിരുന്നു. പിന്നെ സൺഡേ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും റേറ്റ് കുറവിൽ കിട്ടുന്നത് എന്ന് അവിടെ നിന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. സൺഡേ മാർക്കറ്റായിട്ടാണ് ഇന്ന് അവിടെ പ്രവർത്തിക്കുന്നത്. ചെരുപ്പുകൾക്കൊക്കെ 200-300 രൂപ റേഞ്ച് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലും ഇപ്പം അങ്ങനെയുള്ള റേഞ്ചിലുള്ള ചെരുപ്പുകളൊക്കെ ലഭ്യമാണെന്ന്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ മാർക്കറ്റിൽ. അല്ലാത്ത സമയത്ത് ഇത്രയും തിരക്ക് കാണില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ക്രഞ്ചീസ് കാര്യങ്ങളൊക്കെ ഒരുപാട് റേറ്റ് കുറവിന് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 രൂപയൊക്കെ ആയിരുന്നു ഓരോന്നിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ. ഞാനിത് ഇതേപോലത്തെ ഒരു സംഭവം എടുത്തിട്ടോ. പിന്നെ ഋഷിക്ക് കുറച്ച് സ്വെറ്റേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി. കുറച്ചുകൂടെ കാലം എന്തായാലും ചെറിയ തണുപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ യൂസ് ചെയ്യാമല്ലോ. എല്ലാത്തിനും 50% ഓഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2-3 എണ്ണം അവനും വാങ്ങി. എൻ്റെ കയ്യിൽ വിൻ്റർ കളക്ഷൻസൊക്കെ കുറച്ചുള്ളതുകൊണ്ട് തന്നെ ഞാൻ പുതിയതായിട്ടൊന്നും മേടിച്ചില്ല കേട്ടോ. എല്ലാം കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ബസാറിലൊക്കെ വരുന്നത്. കുഞ്ഞുങ്ങളുടെ സ്വെറ്റേഴ്സും കാര്യങ്ങളും തന്നെ ഭയങ്കര റേറ്റ് കുറവിലുണ്ടായിരുന്നു. പിന്നെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ തൊപ്പികൾ കാര്യങ്ങൾ അങ്ങനത്തെ വിൻ്ററായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ലഭ്യമായിരുന്നു കേട്ടോ. ഭയങ്കര രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഈ ഒരു ടൈപ്പ് ഓഫ് ബാംഗിൾസ് കണ്ടോ, ഇത് നോർത്ത് ഇന്ത്യയിലെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ബാംഗിൾസാണ്. ഇവിടുത്തെ സുമംഗലികളായ സ്ത്രീകൾ ഇടുന്ന ടൈപ്പ് ബാംഗിളാണ് കേട്ടോ. ആ റെഡ് വൈറ്റും കളറിലെ ബാംഗിൾസ്. അതിൻ്റെ ഒരുപാട് വലിയ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവർക്ക് ഈ ബാംഗിൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള സാധനമാണ്. അപ്പം നമ്മൾ പെണ്ണുങ്ങളായ ഇങ്ങനത്തെ കടയിലൊന്നും കയറാതിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കടയിലും കൂടെ കയറി അവിടുന്ന് ഒരു ചെറിയൊരു നെയിൽ പോളിഷൊക്കെ മേടിച്ചിട്ടാട്ടോ നമ്മൾ വന്നത്. പിന്നെ വിൻ്ററിൻ്റെ ആയിട്ടുള്ള ബന്ധപ്പെട്ട നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് തൊപ്പികൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നോക്കിക്കൊണ്ട് നിന്ന് സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ഇരുടായിട്ടുണ്ടായിരുന്നു. മൊത്തം വിളക്കൊക്കെ കത്തിച്ച് ലൈറ്റൊക്കെ കത്തിച്ചപ്പോഴാണ് കേട്ടോ ഞാൻ അറിഞ്ഞത് നേരം ഇരുടായിരുന്നുള്ള കാര്യം. പിന്നെ അടിപൊളിയായിട്ടുള്ള ഇതുപോലെ സിൽവർ ഓർണമെൻറ്റ്സും ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനത്തെ ഓർണമെൻറ്റ്സൊക്കെ കാണാനും മേടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇവിടെ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണോയെന്ന് എനിക്ക് തോന്നി. രാത്രി ആയപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുതലല്ലാണ്ട് കുറഞ്ഞില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു വിൻ്ററൊക്കെ ആയതുകൊണ്ട് ആളുകളുടെ എണ്ണം കുറവായിരിക്കുന്നു. പക്ഷെ ഇവിടെ കൂടുതലാവുക ചെയ്യുക. ഇതുപോലത്തെ ഫോട്ടോ ഫ്രെയിംസ് വിൽക്കുന്ന കടകളും ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ നമ്മുടെ ബീച്ചിൽ മാത്രം കാണുന്ന കാറ്റാടി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടിരിക്കാൻ എനിക്ക് ചെറുപ്പത്തിലേ ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ കറങ്ങണ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇവിടെ ഡ്രസ്സും ഓർണമെൻറ്റ്സും മാത്രമല്ല കേട്ടോ, ഇതുപോലത്തെ പ്ലാന്റ്സും ഒരുപാട് അവൈലബിൾ ആയിരുന്നു. പ്ലാന്റ്സ് മാത്രമല്ല, അതിൻ്റെ വിത്തുകളും ചെടിച്ചട്ടികളും അങ്ങനെ A to Z കാര്യങ്ങളായിരുന്നു നമ്മുടെ ഈ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്.
പിന്നെ നമ്മൾ ഋഷികേശിൽ കണ്ട പോലെയുള്ള കരകൗശല സാധനങ്ങളും ഭയങ്കര റേറ്റ് കുറവിലൂടെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോന്നും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ മിററിനൊക്കെ 250-200 റുപ്പീസിനാണ് കേട്ടോ. അവർ ആദ്യം 500 ഒക്കെ പറയും. പിന്നെ നമ്മളിങ്ങനെ വില പേശിക്കൊണ്ടിരുന്നാൽ നമ്മൾ പറയണ വിലക്ക് മേടിച്ചെടുക്കാം. നമുക്ക് പിന്നെ ട്രാവൽ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ ഇതുപോലുള്ള കണ്ണാടി ഐറ്റംസ് പൊട്ടുന്ന സാധനങ്ങളൊന്നും അങ്ങനെ മേടിച്ച് വെക്കാറില്ല. അങ്ങനെ ഒരുപാട് നടന്നു എനിക്ക് പറ്റിയ ഇയറിംഗ് ഷോപ്പ് ഞാൻ കണ്ടുപിടിച്ചിട്ടോ. ഇവിടെ എല്ലാത്തിനും 50 റുപ്പീസേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള ഇയറിങ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ അന്ന് കുറച്ചെണ്ണം മേടിച്ചു. പിന്നെ ഫാൻസി ബ്ലൗസുകൾ മാത്രം വിൽക്കുന്ന ഒരു ഷോപ്പ് കണ്ടു കേട്ടോ. അടിപൊളി ഷോപ്പുകളാണ് കേട്ടോ ഇവിടെ ഉള്ളതെല്ലാം. നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു ആ ഒരു ഷോപ്പിൽ. ഇവിടെ സ്ട്രോബെറിക്കൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. 100 രൂപയ്ക്കൊക്കെ ഒരുപാട് സ്ട്രോബെറി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്നതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത്രയും റേറ്റ് കുറച്ചിട്ട് ഇവർക്ക് വിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ ഓരോന്നും നോക്കി നോക്കി ടൈം പോയതേ അറിഞ്ഞില്ല. പിന്നെ രാത്രി ആയപ്പോൾ നമ്മളൊരു ജ്യൂസും കൂടെ കുടിച്ച് നേരെ നമ്മുടെ റൂമിലോട്ട് വിട്ടു. ഇവിടെയൊക്കെ എത്ര നേരം നിന്നാലും ടൈം പോകുന്നത് അറിയില്ല കേട്ടോ.